അപ്പോൾ ഈ ഒരു വണ്ടികൾ നമ്മുടെ വണ്ടികളെന്ന് പറയാനായിട്ട് യാതൊരു വിധ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഓട്ടോമൊബൈൽ കമ്പനികളൊന്നുമല്ല വണ്ടി തന്നിരുന്നത്, സുഹൃത്തുക്കളായിരുന്നു. ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ എൻ്റെ പിന്നിൽ കിടക്കുന്ന ടിയാഗോ EVക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ടിയാഗോ EV ആണെന്നത് പച്ച നമ്പർ പ്ലേറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കിയോ, KL7DA ആണ് ആ ഒരു സീരീസ് എന്ന് പറയുന്നത്. നമ്മളിത് ഡെലിവറി ചെയ്തിട്ട് എടുത്ത് വരുന്നതാണ്. അപ്പോൾ ഡെലിവറി ചെയ്ത് എവിടുന്നാണെന്നുള്ളതും ആ ഒരു കുഞ്ഞ് വീഡിയോ ഗ്ലിംസ് ഒന്ന് കണ്ടാലോ. ചെറിയൊരു മ്യൂസിക്. ആ ഒരു ഡെലിവറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടിയാഗോ EVയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളത് ടിയാഗോ EVയുടെ കാര്യമായിട്ട് പറയാം. അതിന് കാരണം എന്ന് പറയുമ്പോൾ കുറഞ്ഞ വില ഇൻഡക്ടർ ബേസായിട്ടുള്ള 8,49,000 രൂപയുടെ ആ ഒരു കാര്യം മാറ്റി നിർത്തി ഇപ്പോൾ ഒരു 30,000 രൂപയോളം വില കൂടിയെങ്കിൽ കൂടി 10 ലക്ഷത്തിൽ താഴെ ഒരു വേരിയൻറ്റ് കിട്ടുന്ന ഒരു EV ആണല്ലോ ടിയാഗോ EV. അപ്പോൾ ഹാച്ച്ബാക്ക് ആണ്, സിറ്റി യൂസിനാണെങ്കിൽ ഈസിയാണ്. കൂടാതെ 200 കിലോമീറ്ററിന് അടുപ്പിച്ച് ഒരു റിയൽ ലൈഫ് റേഞ്ച് ഉണ്ടെങ്കിലും ആ ഒരു റേഞ്ച് മതി ദിവസ ഡ്രൈവിന് അല്ലെങ്കിൽ ഡെയിലി ഡ്രൈവിന് എന്നുള്ളൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങുമ്പോൾ ഉള്ള ഒരു സെനാരിയോ എന്ന് പറയുന്നത്, എന്താ ഞാൻ വണ്ടി ഓടിക്കും പറഞ്ഞാലും ഒരു ചെറിയ സെനാരിയോ പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോമീറ്ററോളം ഓടിക്കുക ഡെയിലി എന്നുള്ള ആ ഒരു കാര്യത്തിലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി തീർത്തും വൃത്തിയായി തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടിയാഗോ EVയുടെ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള പ്രൈസ് വന്ന പോലെ ഈ ഒരു ടിയാഗോ EVയുടെ ആദ്യ വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ കാണണം. അതായത് ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വണ്ടി ഓടുന്നതനുസരിച്ച് ആദ്യത്തെ സർവീസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പോൾ എന്തായാലും ഇതാണ് ടിയാഗോ EVയുടെ ആ ഒരു ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെ മോഡൽ. അപ്പോൾ അതിൻ്റെ വില കൂടി പറയണ്ടേ. ഏകദേശം 11,50,000 രൂപ ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത്. ഇൻഷുറൻസ് നമ്മൾ പുറത്ത് നടത്തും. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക നെഗോഷിയേറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് വില കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇറങ്ങി നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടി. ഇതാണ് നമ്മുടെ ടിയാഗോ EV. ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള LUXുമായിട്ട് രൂപത്തിൽ എന്താണ് മാറ്റം? എനിക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഓട്ടോ ഹെഡ് ലാംപ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബോർഡ് കണ്ടോ, കാരണം ആ ഒരു ബോണറ്റ് കാണാം. ബോണറ്റുമുള്ള ആ ഒരു ഗ്ലാസ് വാഷ് നോസിലും കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മുകളിൽ ആ ഒരു ആൻറ്റിന കണ്ടോ, ഈ ഒരു ഗ്ലാസ് ഏരിയ കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബോണറ്റ് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ടിയാഗോ EVയുടെ ആ ഒരു ബോണറ്റ് ഏരിയ. ബോണറ്റ് ഏരിയ എന്ന് പറയുമ്പോഴേ ഇത് ആ ഒരു ബ്രേക്കിൻ്റെ വാക്വം പമ്പാട്ടോ. ഇത് ആ ഒരു യൂണിറ്റ്. അപ്പോൾ നമ്മൾ ചാർജറൊക്കെ കുത്തി കഴിഞ്ഞാൽ ആ കൂളാവാനായിട്ട് ഈ ഒരു കണ്ടെയ്നർ കിടന്ന് തിളയ്ക്കുന്നത് കാണാം. അത് മാത്രമല്ല അപ്പുറത്തുള്ള ആ ഒരു കൂളൻ്റ് പറയുന്നത് ബാറ്ററി കൂളൻ്റാണ്. അപ്പോൾ കൂളൻ്റുകളുണ്ട്. അത് മാത്രമല്ല AC ഒരു കംപ്രസർ, ഇത് ഇൻവെർട്ടർ AC കംപ്രസർ പോലുള്ള AC ആണ്. അത് മാത്രമല്ല ഇത് ABS യൂണിറ്റാണ്. ഈ ഒരു മോട്ടറിൻ്റെ പിന്നിലായിട്ട് ആ ഒരു ECU കാണാം. ഇനി നിങ്ങൾക്കൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം കാണിച്ചാൽ കേട്ടോ. ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഈ ഒരു 2 ക്ലാമ്പുകൾ, ഈ ക്ലാമ്പുകൾ അവർ എടുത്ത് കളഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ടിഗോറിലാണെന്ന് തോന്നുന്നു. ഞാൻ ആ ഒരു കവർ കണ്ടില്ല, സിപ്റ്റോൺ എന്നിട്ടുള്ള കവർ കണ്ടില്ല EVയുടെ. നെക്സോൺ EVയിലുണ്ട് ഒബ്വിയസ്ലി. എന്തായാലും ടിയാഗോയിൽ അതില്ല. പക്ഷേ ആ ഒരു ക്ലാമ്പ് അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ടിയാഗോ EVക്ക് വീൽ കപ്പാണ്. അത് അലോയ് വീലല്ല. വീൽ കപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ വീലിൻ്റെ മുകളിൽ കപ്പിട്ടുക. നമുക്ക് വണ്ടിക്ക് അമേസർ XP അപ്പോളോ വന്നാണത് കണ്ടോ. ആ ഒരു വീൽ കപ്പ്, അത് വീൽ കപ്പാണ്. അതായത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അലോയ് വീൽ ഈ ഒരു വേരിയൻറ്റ് ഒന്നും തന്നെ ഇല്ല. ടിയാഗോയുടെ ഏതൊരു വേരിയൻറ്റും ഇല്ല എന്നുള്ളതാണ്. മുന്നിൽ ഡിസ്കും പിന്നിൽ ഡ്രമ്മും തന്നെയാണ്. പിന്നിൽ ക്യാമറ വെച്ചേക്കണം ഒരു ഇത്തിരി ആഫ്റ്റർ തോട്ടായിട്ടാണ്. അതായത് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത ഒരു യൂണിറ്റ് പോലെയാണ് ഈ ക്യാമറ ഇരിക്കുന്നത്. ഇത് റിക്വസ്റ്റൻസ് ഇല്ലാത്ത മോഡലായതുകൊണ്ട് തന്നെ കീ ഹോൾ കാണാം. ഇനിയുള്ളൊരു കൗതുകം എന്ന് പറയുന്നത് ഈ 2 തൊപ്പിയുടെ ബാക്കിയെന്ന് പറഞ്ഞുള്ള ഭാഗങ്ങളാണ്. അകത്ത് ഒരു ഇത്തിരി ഫ്ലിംസി ആയിട്ടുള്ള കുറച്ച് പാർട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോണറ്റ് ലിവർ ഓപ്പൺ ചെയ്യുന്ന സംഭവം എപ്പോൾ വേണമെങ്കിൽ കൈക്കൂടെ പോകാനുള്ള ഫീൽ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടോ. കൂടാതെ ഈ ഒരു കവർ കണ്ടോ, ഇതിങ്ങനെ ആക്കുമ്പോഴേ ഒരു ഇത്തിരി ഫ്ലിംസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കോയിൻ ഹോൾഡർ കാണാം. ഇതൊക്കെ ടിയാഗോയുടെ കാര്യമായിട്ട് വേണമെങ്കിൽ കാണാം കേട്ടോ. ഇനി അകത്ത് കയറിയിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു AC-യുടെ നടുവിലുള്ള ഒരു ഭാഗം ഇതെന്തിനാണ് ഇങ്ങനെ വിട്ടേക്കെന്ന് തോന്നി. കാരണം ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു മീഡിയ സ്ക്രീനകത്ത് AC-യുടെ കാര്യങ്ങൾ കുത്തിയിറക്കേണ്ട കാര്യം ഉണ്ടായില്ല. സ്പേസ് ഉണ്ട്. അപ്പോൾ റീജൻ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇത് പ്രസ് ചെയ്താലാണ് ആ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്ക് ഊരാൻ പറ്റുള്ളൂ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ. ഇത് ലോക്ക് അൺലോക്കാണ്, വിച്ച് ഇസ് ഗുഡ്. ഇനി ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ ലോക്ക് മുകളിലായിട്ടുള്ളതാണെന്നുള്ളതും ഒരു കൗതുകമായിട്ട് പറയാം. ശരിക്കും കൗതുകങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ
ഒരുപാട് കൗതുകങ്ങൾ നമുക്ക് ടാറ്റയുടെ വണ്ടികൾ കാണാൻ പറ്റും. ഇപ്പോൾ പാനൽ ഗ്യാപ്പുകളുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൗതുകമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ വണ്ടിയുടെ ഒരു സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന പവർ ട്രെയിൻ ആണല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ EV എങ്ങനെയാണെന്ന് നോക്കാം. അതായത് EVയുടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ എന്തുകൊണ്ട് ഈ വണ്ടി മേടിച്ചു, ഇതിൻ്റെ യൂസ് കേസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ഓടിക്കാം. ടാറ്റ ടിയാഗോ EV ലോങ് റേഞ്ച് ഓടിക്കുകയാണ്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചൊക്കെ ലോങ് റേഞ്ച് തന്നെയാണ്. XZ+. അതെ. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് പ്രധാനമായും 2 വിധത്തിലുള്ള സുഹൃത്തുക്കളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ലോകം മുഴുവൻ ഒറ്റയ്ക്ക് പോയിട്ട് തിരിച്ചു വരാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് രാവിലെ എണീച്ച് ബെഡ്റൂമിൻ്റെ പുറത്ത് വരാൻ വരെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ഭാര്യ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ കൂടെ കൂട്ടുകാരെ കൊണ്ടുപോയ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതാരാന്ന് ചോദിക്കണ്ട, കാരണം അവരുടെ പേര് ഞാൻ പറഞ്ഞിട്ട് വേണം ബേബി വന്നിട്ട് എന്നെ തല്ലാനായിട്ട്. അതുപോട്ടെ, നമുക്ക് ഈ ഒരു വണ്ടിയിലേക്ക് വരാം. ഈ വണ്ടി എന്ന് പറയുന്നത് വാങ്ങിയത് നമ്മുടെ കൂടെ അന്ന് നാനോ സ്റ്റോറിയിൽ അന്ന് കാശ്മീരിലേക്ക് വന്ന അനുവാണ്. ഞാൻ പറഞ്ഞ പുള്ളിയുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് XUV 500 ആണ്. പുള്ളി ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന സിറ്റി കാർ അല്ലെങ്കിൽ സിറ്റി ഹാച്ച്ബാക്ക് എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൻ AMT ആയിരുന്നു. അപ്പോൾ ഓൾട്ടോ കേട്ടൻ AMT യൂസ് ചെയ്യുന്ന ആൾക്ക് ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു മാർഗ്ഗം കിട്ടി എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല ടെക്നോളജി എന്ന് പറയുമ്പോൾ ശരിക്കും IT വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും പുതിയ ടെക്നോളജിയിലേക്ക് വരണം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രിക്കിലേക്ക് വരാനായിട്ട് വണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് വണ്ടിയിൽ നമ്മൾ ഇലക്ട്രിക് പ്രാക്ടീസ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് കടന്നു വരുമെന്നുള്ളത്. അങ്ങനെ നോക്കി ചില ആൾക്കാർ എയ്ത്തർ പോലുള്ള വണ്ടികളൊക്കെ മേടിച്ചു, സ്കൂട്ടറൊക്കെ മേടിച്ചു. ചില ആൾക്കാർ ഓല നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് പ്രീ ബുക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ടിയാഗോ വരുന്നു എന്ന് കേട്ടപ്പോൾ, ടിയാഗോയുടെ EV വരുന്നു എന്ന് കേട്ടപ്പോൾ ശരി എന്നാൽ നമുക്ക് EV ഒന്ന് നോക്കാൻ പറ്റിയാൽ ഓൾട്ടോ കേട്ടന് പകരമായിട്ട് നമുക്ക് EV എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പോയെന്ന് പറയുമ്പോൾ വണ്ടിപ്രാന്തൻ്റെ മീഡിയ ഡ്രൈവിന് പോയപ്പോൾ നമ്മളത് ഓടിച്ചു. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഡ്രൈവബിലിറ്റി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു. ഈ ഒരു റേഞ്ചുകൾ ഇഷ്ടപ്പെട്ടു. റേഞ്ച് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് 200-210 റേഞ്ചൊക്കെ കിട്ടുമെന്നുള്ള ഒരു ബോധ്യം വന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ സ്റ്റിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ വണ്ടി നമ്മുടെ കയ്യിലെത്തുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ ഈ സൗഹൃദങ്ങൾക്കായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സൗഹൃദം ഉണ്ടാവാൻ എളുപ്പമാണ്. പക്ഷേ സൗഹൃദം ഉണ്ടാവുക എന്നല്ല, കണക്ട് ചെയ്ത് നിൽക്കാൻ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വണ്ടിയാണ്. വണ്ടികൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിന് ഒരു പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് ഈ ഒരു ബ്രിഡ്ജിങ്ങിൽ, അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബ്രിഡ്ജിങ്ങിൽ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിങ്ങിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചില സുഹൃത്തുക്കളുടെ വണ്ടികൾ പലപ്പോഴും ഞാൻ എൻ്റെ വണ്ടിയാണ് എന്നാണ് അഡ്രസ്സ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പലരും കോടികളുടെ വണ്ടി മേടിച്ചു അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് കാർ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് തമ്മിലായിട്ട് വീഡിയോ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെ അത് അവരുടെ വണ്ടിയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് വാഹനം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എൻ്റെ വണ്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, അല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കിളിലെ വണ്ടികളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വണ്ടികൾ നമ്മുടെ വണ്ടികളെന്ന് പറയാനായിട്ട് യാതൊരു വിധ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഓട്ടോമൊബൈൽ കമ്പനികളൊന്നുമല്ല വണ്ടി തന്നിരുന്നത്, സുഹൃത്തുക്കളായിരുന്നു. അവരുടെ വണ്ടി വെച്ചാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ ചാനലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ പുതിയ വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ നമ്മുടെ വണ്ടി എന്ന നിലയ്ക്ക് തന്നെ ട്രീറ്റ് ചെയ്യുക, കൊണ്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൊണ്ടെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള XUV 500 പലപ്പോഴും ലോങ് ട്രിപ്പൊക്കെ ഞാൻ പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോങ് റേഞ്ച് വണ്ടി വാങ്ങാനുള്ള കാര്യം, ഇപ്പോൾ വാല്യൂ ഫോർ മണിയാണ്, ഓൾട്ടോയുടെ റിപ്ലേസ്മെൻ്റ് ആണ്, എന്തുകൊണ്ട് മീഡിയം റേഞ്ച് വാങ്ങിക്കൂടാ? മീഡിയം റേഞ്ച് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വില 840 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിന് എക്സ്ഷോറൂം ആണെങ്കിൽ കൂടി നമുക്ക് ഒരു അടുത്തൊരു വേരിയൻറ്റിന് 9.5-10 ലക്ഷം താഴെ കിട്ടുമായിരുന്നല്ലോ. പിന്നെ എന്തിനും ലോങ് റേഞ്ചിന് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും 50 കിലോമീറ്റർ പെർ ഡേ റൺ അബൌട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 50 കിലോമീറ്റർ ഓടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഒരു ചാർജിൽ. ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ചാർജ് ചെയ്താൽ മതി എന്നുള്ള മൈൻഡ് നമുക്ക് മീഡിയം റേഞ്ച് മതി. പക്ഷേ ഇടയ്ക്കൊന്ന് കൊച്ചി പോലുള്ള സ്ഥലത്തേക്ക്, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എനിക്കാണെങ്കിൽ തൃശ്ശൂർ വരെ പോയി വരാനുള്ള ഒരു റേഞ്ച് കിട്ടിയാൽ നല്ലതാണ്. അതിന് കൊടുക്കുന്ന പൈസ EMI ടേംസിൽ വലിയ വ്യത്യാസം വരില്ല എന്ന് ഫീൽ ചെയ്തപ്പോഴാണ് നമ്മൾ നോക്കിയത് നമുക്ക് ലോങ് റേഞ്ച് എടുക്കാം, ഈ ഒരു മോഡൽ എടുക്കാം. ലെക്സ് വേണ്ട, ലെക്സിന് പിന്നെയും വില കൂടും. LUX എന്ന് പറയുന്ന മോഡൽ, ലെക്സ് ഞാൻ പറയുമ്പോൾ LUX ആണ് ലക്ഷറി. അപ്പോൾ LUX എന്ന് പറയുന്ന മോഡലിന് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആ കീലെസ് എൻട്രി, അങ്ങനെ കുറേ കാര്യങ്ങൾ. കീലെസ് എൻട്രി എന്ന് പറയുമ്പോൾ റിമോട്ടല്ല, ആ ഒരു റിക്വസ്റ്റ് സെൻസർ വെച്ചിട്ട് നമുക്കതൊന്നും ആവശ്യമില്ലെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു XZ+ എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിലേക്ക് എടുക്കേണ്ടത് 11,50,000 രൂപയോളം നമ്മുടെ ഈ വണ്ടിക്ക് ആ ഒരു ഓൺ റോഡ് പ്രൈസ് ആയിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഷുറൻസ് നമ്മൾ പുറത്തുനിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു നെഗോസിയേഷൻ എടുത്താണ്. അത് മാത്രമല്ല എക്സ്റ്റൻഡ് വാറൻറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് കാറാണ്, പുതിയ കാറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കിനും ഉണ്ടായിരുന്നു കുറച്ചൊരു
പ്രാധാന്യം എന്ന് പറയുന്നത്. അത് 19.2 kWh ആണ് ഇതിൻ്റെ ഒരു ചെറിയ ബാറ്ററി പാക്ക്. അപ്പോൾ പവറും കുറവാണ്, 60 HP ഉള്ളൂ. ഇതെന്ന് പറയുമ്പോൾ 74 HP പവർ ഉണ്ട്. അത് മാത്രമല്ല 74 HP പവർ എന്ന് പറയുമ്പോൾ 24 kWh ബാറ്ററി ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ റേഞ്ച് നമുക്ക് ഇതിനകത്ത് കിട്ടും. 200 കിലോമീറ്ററൊക്കെ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വരും. ഒന്ന് കാല് കൊടുത്ത് ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ കുറച്ച് കുറയുമെങ്കിലും സാധാരണ ഡ്രൈവിൽ 200 കിലോമീറ്റർ കിട്ടുമായിരിക്കും. ആ ഒരു 200 കിലോമീറ്റർ കിട്ടുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാനായിട്ട് ഇപ്പോൾ 4 ദിവസം 50 കിലോമീറ്റർ വെച്ച് പെർ ഡേ ഓടിയാൽ അറ്റപ്പറ്റ ഓടിയാൽ 4 ദിവസത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്യാൽ മതി അല്ലേ? പക്ഷേ 4 ദിവസം നല്ല 3 ദിവസം കൊണ്ട് ചാർജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു ടാറ്റ ടിയാഗോ EV എടുക്കുകയാണ്, അല്ലെങ്കിൽ എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ വീഡിയോ ആണ്, ഈ വണ്ടിയുടെ ഒരു കാര്യം പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഇതിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ഒക്കെ ഉണ്ടാവും. അത് കുറച്ച് ദിവസം ഓടിച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് സർവീസ് എത്തുമ്പോൾ എന്താ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതിനെടുക്കുമ്പോൾ അതായത് നമ്മളിത് എടുക്കുമ്പോൾ നമുക്ക് ഇനീഷ്യലായിട്ട് ഗ്ലിച്ചും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ആ ഒരു സെറ്റ് കണക്ട് ആപ്പ് കണക്ട് ആവാനായിട്ട് ആ KYC ഒക്കെ ആവാനായിട്ട് 24 hours ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ ചാർജ് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അവർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ചാർജ്, ആ ഒരു ചാർജർ ഇന്ന് ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. ചാർജർ എന്നല്ല പറയാം, ആ ഒരു പ്ലഗ് കുത്തുന്ന ആ ഒരു കൂടെയുള്ള പ്ലഗ് തന്നെയാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ആദ്യത്തെ വണ്ടികൾ ഒന്നായിട്ടത് കിട്ടും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ വിഘ്നം വരാൻ കാരണം എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഇടയ്ക്കൊന്ന് വേരിയൻറ്റ് മാറ്റായിരുന്നു. ഇതിന് തൊട്ട് താഴെ XT എന്ന പേരുന്ന വേരിയൻ്റാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ XTയും ഇതും നമ്മൾ ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസം കണ്ടു. ആ 1 ലക്ഷം രൂപയുടെ വ്യത്യാസത്തിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് ആ ഒരു 1 ലക്ഷം ഒന്നുമില്ല, 70,000 രൂപയോളമാണെന്ന് തോന്നുന്നു. യെസ്, ഓക്കെ, 70,000 രൂപയോളം വ്യത്യാസം കണ്ടു. അതൊരു ടിയാഗോ, അത് സാധാ ടിയാഗോ, ഇത് EV. ഓക്കെ, അപ്പോൾ XTയും നമ്മൾ ഏകദേശം 70 to 1 ലക്ഷം രൂപയുടെ വ്യത്യാസം കൂട്ടിക്കോ. ആ ഒരു വ്യത്യാസത്തിൽ നമുക്ക് ഈ സ്ക്രീനിൻ്റെ കാര്യങ്ങൾ, അത് മാത്രമല്ല ഓട്ടോ ഹെഡ് ലാംപ്സ്, അത് മാത്രമല്ല ബാക്കിൽ വൈപ്പർ, ഡിഫോർ, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇല്ല എന്ന് തോന്നിയപ്പോൾ നമുക്ക് തോന്നി ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം, അടുത്ത ഒരു വേരിയൻ്റ് ആക്കാൻ തോന്നി. അങ്ങനെ ആ ഒരു വേരിയൻ്റ് ആക്കാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് കിട്ടിയത് കൊണ്ട് കൂടിയാണ് വണ്ടി ഇത്രയും പെട്ടെന്ന് കിട്ടിയതെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടി കിട്ടി, ഈ ഒരു മോഡൽ നമ്മുടെ കയ്യിൽ കിട്ടി. എനിക്ക് തോന്നുന്നു ആ ഒരു ലെതർ സീറ്റിനേക്കാൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി ഒരു ഫാബ്രിക് സീറ്റാണ്. യാത്രയുള്ള സുഖത്തിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ സോയിലാവുക, അതായത് വെള്ള കളറല്ലേ, വൈറ്റിഷ് കളറല്ലേ, അപ്പോൾ വേഗം സോയിലാവും. പക്ഷേ ഈ ലെതർ റാപ്പിലുള്ള സ്റ്റിയറിംഗ് ഇല്ലാന്നുള്ളത് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു വിനോദേട്ടൻ്റെ വർക്ക്ഷോപ്പ് പോയിട്ട് നമ്മളെന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സർവീസ് സെൻറ്ററിൽ ആക്സറി ഷോപ്പ് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ആംറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഒന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ സോൾവ് ആയി. പിന്നെ ചാർജിങ് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ചാർജിങ് വീട്ടിൽ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇന്നലെ വന്നിട്ട് വണ്ടി ഒന്ന് കുത്തി നോക്കിയിട്ടായിരുന്നു. അതായത് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏറെക്കുറെ കോസ്റ്റ് കൂടി പറയണം. 24 kWh അല്ലേ ബാറ്ററി ഇതിൻ്റെ. അപ്പോൾ 20 രൂപ വരെയൊക്കെ യൂണിറ്റിന് വാങ്ങുന്ന ഫാസ്റ്റ് ചാർജേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 20 രൂപ ഫാസ്റ്റ് ചാർജേഴ്സ് വാങ്ങുന്ന ഒരു ഫുൾ ചാർജിന് 20 × 10 200 400 428 450 രൂപ 500 രൂപ വരും. പക്ഷേ KSIയുടെ 13 രൂപ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 350 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 400 രൂപയുള്ളിൽ ഇതിനൊരു ഫുൾ ചാർജ്. അപ്പോൾ 400 രൂപയ്ക്ക് ഇതുകൊണ്ട് ഒന്ന് കൊച്ചിയിൽ നിന്ന് മാവേലിക്കര പോകാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ ചെറുതുരുത്തി പോകുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വർത്താണ്. അതൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഈ ഒരു ലോൺ EMI കഴിഞ്ഞ്, അല്ലെങ്കിൽ EMI ഉള്ള വണ്ടിയാണെങ്കിൽ കേട്ടോ, ഈ ഒരു വണ്ടിയുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, EMI ഉള്ളൊരു വണ്ടിയാണെങ്കിൽ EMI തീരുമ്പോഴേക്കും നമുക്ക് ആ കാശ് മുതലാവുമെന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല വണ്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുക എന്നുള്ളൊരു ഗുണം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് ശരിക്കും ഒരു പരീക്ഷണം, അതായത് പെട്രോൾ ഡീസൽ വണ്ടികളിൽ നിന്ന് EVയിലേക്കുള്ള പരീക്ഷണമാണ് ടാറ്റ ടിയാഗോ. അപ്പോൾ ഈ ഒരു ഗ്യാങ്ങിലെ ടാറ്റയുടെ ആദ്യത്തെ വണ്ടി കൂടെയാണ് ടിയാഗോ EV എന്നുള്ളതാണ്. തീർത്തും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, തീർത്തും ഒരു പരീക്ഷണമാണെന്നുള്ള ഒരു ബോധ്യമുണ്ട്. എന്തായാലും വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ഒക്കെ തരാം. EV ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്. ഓടിക്കാനായിട്ട് എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. പിന്നെ റണ്ണിനില്ലെന്ന് പറയുമ്പോൾ വീണ്ടും കോൺട്രവേഴ്സിയാണ്. റണ്ണിന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചെയ്യും, ചില ആളുകൾ ചെയ്യില്ല. പ്രത്യേകിച്ചും എഞ്ചിനൊന്ന് സിറ്റ് ആവുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ റണ്ണിങ് ചെയ്യുന്നത്. 1000 കിലോമീറ്റർ സ്ലോ ചെയ്ത് ഓടിക്കുക എന്നൊക്കെ പറയാം. പക്ഷേ ഇത് മോട്ടറാണ്. അത് മാത്രമല്ല ടയറിന് ഒരു റണ്ണിങ് പീരീഡ് വേണം. എന്നാലും അങ്ങനെ കുറച്ച് റണ്ണിങ് പീരീഡൊക്കെ വേണം. പക്ഷേ സ്റ്റിൽ നമുക്ക് അത്യാവശ്യം RPM നോക്കാതെ മെല്ലെ ഓടിക്കണം എന്നുള്ള പോയിന്റിലാണ്ട് ഓടിക്കുക എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. എന്നിട്ട് ടോപ്പ് സ്പീഡ് അന്ന് കാണിച്ചതാണ് 120 വരെ നമ്മൾ ആ ഒരു ഡ്രൈവിൽ കയറിയായിരുന്നു. അപ്പോൾ കുറേ ഫോൺ കോൾസ് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് നാനോ EVയുടെ വീഡിയോടൊപ്പം എവിടെ കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ വണ്ടിയുടെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ഞാൻ കാണാൻ പോവാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു വെബ് സെർച്ച് നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റുന്നത് എവിടെ കിട്ടുമെന്നുള്ളത്. അങ്ങനെ നോക്കിയാൽ മതി എന്നുള്ളതാണ്. അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും പറയാട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റും കൂടി കണ്ടു, അതും കൂടി പറയാം. ആ കമൻറ്റിൽ പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ പിന്നിൽ താമസിക്കുന്ന ആളാത്രേ. അപ്പോൾ വണ്ടികളവിടെ കിടപ്പുണ്ട്, ഇത് ശരിക്കും തട്ടിപ്പാണെന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ടാറ്റ ബോഡി ഷെല്ല് കൊടുത്തിട്ട് ജയം ആ ഒരു ഇലക്ട്രിക് പവർ
ട്രെയിൻ വെച്ചിട്ടുണ്ടാക്കിയ വണ്ടിയാണ് ആ ഒരു നിയോ EV. അതിന് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെവിടെയും പുതിയ വണ്ടി എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ലേലം ചെയ്ത വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിലെന്താണ് കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലായില്ല. പിന്നെ എല്ലാവരുടെയും ചോദ്യം ഉത്തരം കൊടുക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളെ വണ്ടി പോയി ഓടിച്ചു നോക്കുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ. അതായത് ഒരു EV ഇപ്പം നമ്മൾ ഈ ഒരു EV മേടിച്ച് 11.5 ലക്ഷം 11.25 കൂട്ടിക്കോളൂ ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ EV കിട്ടുന്നു, പരീക്ഷണം അതിൽ നടത്താം. അതായത് ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ EVയിലേക്കുള്ള ഒരു തുടക്കം അതിലും ആവാന്നുള്ളതാണ് ആ നാനോ EV കൊണ്ട് കാണിക്കാനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ ടിയാഗോ EVയുടെ ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസും ആ ഒരു ഷെയറിങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ നോക്കുന്ന ആൾക്ക് തീർത്തും ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഒരു ഹാച്ച് ബാക്ക് വാങ്ങിയാൽ മതി. ഹാച്ച് ബാക്ക് വാങ്ങിയിട്ട് ആവശ്യമുള്ളൂ, സിറ്റി യൂസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വണ്ടി മതിയാവും. ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കിട്ടട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.